ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2079. ഇന്ന് സെപ്റ്റംബർ മാസം 9-ാം തീയതി 252-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു പറഞ്ഞിട്ടുള്ള നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. നമ്മളാവട്ടെ അവിടെ നിന്നൊഴികെ ബാക്കി എല്ലായിടത്തു നിന്നും ശേഖരിക്കുന്നു, പഠിക്കുന്നു, ശീലിക്കുന്നു, കൂടെ കൂട്ടുന്നു. ഇത്രയൊക്കെ ആയില്ലേ? മടുത്തില്ലേ? ഇനിയെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് കിട്ടുമോ? ഒന്ന് അന്വേഷിച്ചിറങ്ങണ്ടേ? സുവിശേഷമാണ് ഏക പരിഹാര മാർഗം കേട്ടോ. സുവിശേഷത്തിലേക്കൊന്ന് എത്തിയാൽ എങ്ങനെയൊക്കെ ജീവിക്കണം, എങ്ങനെയൊക്കെ ജീവിക്കരുത് എന്ന് ഏതൊരാളെയും ഓർമ്മപ്പെടുത്തും. എപ്പോൾ വേണമെങ്കിലും തിരിച്ചറിയാനും തിരുത്താനും തിരികെ വരാനും അവസരമുണ്ട് കേട്ടോ. സുവിശേഷം അതാണ് ഓരോരുത്തരോടും എപ്പോഴും പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു തിരിച്ചറിവിന്റെ അവബോധം ഒരാളെ ചുറ്റിപ്പുതിയാം. അതോടുകൂടി തിരുത്താനായിട്ട് തുടങ്ങാൻ പറ്റും, തിരികെ വരാനായിട്ടും. പൊതുവെ നമുക്ക് ഈ സുവിശേഷം അത്രയ്ക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയിട്ടില്ല. ഏതൊരു വിശുദ്ധന്റെയും ജീവിതത്തിൽ ഒരു പഴയ ഭൂതകാലമുണ്ടെന്നാണ് പറയുക. അത് ഒരാശ്വാസത്തിൻ്റെത് കൂടിയാണ്. പക്ഷേ അടുത്തത് അതിന്റെ തുടർച്ച, ദസ്കോവ്സ്കി എഴുതുമ്പോൾ അതിന്റെ തുടർച്ച കുറച്ച് ഭാരപ്പെടുത്തുന്ന ഏതൊരു വിശുദ്ധന്റെയും ജീവിതത്തിൽ ഒരു ഭാവികാലമുണ്ട്. അതെങ്ങനെയാവാം കേട്ടോ. സുവിശേഷം തരുന്ന ഏറ്റവും കുളിർമയുള്ളൊരു വചനമുണ്ട്. അപ്പോൾ അവന് സുബോധം ഉണ്ടായെന്ന് പറയുക. ഹി കെയിം ടു ഹിംസെൽഫ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ അവൻ അവനിലേക്ക് തന്നെ മടങ്ങി വന്നു. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. നമ്മൾ നമ്മളെ തന്നെ വിട്ടിട്ട് വേറെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. മടങ്ങി വരാനാവാത്ത വിധത്തിൽ എവിടെയെങ്കിലുമൊക്കെ കുരുങ്ങിയും പോകുന്നുണ്ട്. അപ്പോൾ അവന് സുബോധം ഉണ്ടായി. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് ഈ നല്ല ദിനം ആ വചനം ഒന്ന് കണ്ടെത്താൻ പറ്റുമോ? അപ്പോൾ അവന് സുബോധം ഉണ്ടായി. അതോടുകൂടി അവന്റെ മനസ്സിലേക്ക് എത്തിയ ചില കാഴ്ചകളുണ്ട്, ദർശനങ്ങളുണ്ട്. എന്തായിരുന്നു? അവന്റെ അപ്പനെ ഓർത്തു എന്നുള്ളതാണ്. അപ്പന്റെ ഭവനത്തെ ഓർത്തു എന്നുള്ളതാണ്. അവിടുത്തെ വിഭവസമൃദ്ധമായ ആ സ്നേഹവിരുന്നിനെ ഓർത്തു എന്നുള്ളതാണ്. അവിടുത്തെ ദാസന്മാരെ ഓർത്തു എന്നുള്ളതാണ്. എല്ലാം എത്രയോ ഭേദപ്പെട്ടതാണ്, എത്രയോ കുലീനമാണ്. താൻ മാത്രം ഇങ്ങനെ ഇവിടെ എങ്ങനെ അധപ്പതിച്ച് എത്തി എന്നുള്ളതാണ്. ഈ ഒരു തിരിച്ചറിവിലാണ് അയാൾ താൻ വിട്ടുപോകുന്ന, ഉപേക്ഷിച്ചു പോകുന്ന സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നത്. എല്ലാവർക്കും എപ്പോഴും അവസരമുണ്ട് കേട്ടോ. എന്നിൽ നിന്ന് വന്ന് പഠിക്കുവിനെന്ന് പറഞ്ഞ യേശുവിനെ നമ്മളൊന്ന് കണ്ടെത്തി തുടങ്ങിയാൽ മതി. ഒന്ന് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചു തുടങ്ങിയാൽ മതി. പരിശുദ്ധ അമ്മ മറിയത്തിന്റെ മധ്യസ്ഥത അതിന് ഏതൊരാളെയും കുറെ കൂടി ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.